നമ്മൾ മൂക്ക് കയറിട്ടിട്ട് ആ കയറിന്റെ അറ്റം വേറെ ആളയിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ? യെസ് ഗൈസ്, എനിക്ക് മൂക്ക് കയറിട്ടാൻ മൂക്ക് കയറിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അമ്മാ ഇവിടെ വന്നേ. നമ്മൾ മൂക്ക് കയറിട്ടിട്ട് ആ കയറിന്റെ അറ്റം വേറെ ആളയിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ? ഏതാണ്ട് അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. യെസ്, യു ആർ വാച്ചിങ് RJ ചിച്ചു വ്ലോഗ്സ്. ആൻഡ് ഈ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് ഇതൊരു സർപ്രൈസ് വ്ലോഗാണ്. യെസ് ഗൈസ്, എനിക്ക് മൂക്ക് കയറിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് ആ ഒരു മൂക്ക് കയറ്. ഇതെനിക്ക് തോന്നുന്നു എല്ലാ ആൺമക്കൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. സംഗതി വേറൊന്നുമല്ല, ഞാൻ എൻ്റെ സ്വന്തം മാതാശ്രീക്ക് അമ്മയ്ക്കൊരു സ്മാർട്ട് ഫോൺ വാങ്ങിയിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ക്ലൂ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഫോൺ കൊണ്ട് അമ്മയെ കൊടുക്കാനായിട്ട് പോകണം. അമ്മ ഇപ്പോൾ ഒരു കുറേ വർഷമായിട്ട് ഒരു കീപാഡ് ഫോണാണ് യൂസ് ചെയ്യുന്നത്. സോ അതൊന്ന് മാറ്റാം എന്നോർത്തു. അപ്പോൾ ഈ ഫോൺ കൊടുക്കുമ്പോൾ അമ്മയുടെ റിയാക്ഷൻ എന്താകും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. ആ റിയാക്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും എന്നെ ഓരോ 5 മിനിറ്റിലും തേടിയെത്താൻ പോകുന്ന ഫോൺ കോളുകളാണ് ഞാൻ ഓർക്കുന്നത്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ആൺമക്കളെ സംബന്ധിച്ചിടത്തോളം അമ്മമാർക്കൊരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് ഏതാണ്ടൊക്കെ മൂക്കരടുന്നതിന് തുല്യമാണല്ലേ. യെസ്, സോ നമുക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. അമ്മാ ഇവിടെ വന്നേ. ഇവിടെ വന്നേ. ഈവനിങ് എന്താ എന്താ ബാ. എന്തോന്ന് എനിക്കുള്ള മൂക്ക് കയർ തുറന്നു നോക്കത്. പതിയെ താഴെ വീഴും. എന്തെല്ലാം കാര്യങ്ങളുണ്ടോ നമുക്ക്? അത് കഴിഞ്ഞിട്ട് പറയാം. ഇതൊക്കെ വേറെന്ത് കാര്യം? എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പേരൊക്കെ ശരിയാക്കണ്ടേ, അടുക്കള ശരിയാക്കണ്ടേ, ഇപ്പൊ ശരിയാക്കണ്ടേ. അതെ അതെ. So finally everything set. Look, WhatsApp ഒക്കെ സെറ്റ് ചെയ്തു. CCTV കൊള്ളാല്ലേ? ഞാൻ എടുത്ത ഫോട്ടോയാ. ഇനിയിപ്പോൾ അറിയാലോ, ഒരു 5 മിനിറ്റ് കൂടുമ്പോഴും കോൾ വന്നേക്കാം. യെസ് ഗൈസ്, മുക്കാരിട്ടു. ഇതൊന്നുമില്ല, ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം കൊടുത്തിട്ടാണ് എനിക്ക് ടെൻഷൻ. ഓക്കെ,